NOC തന്നെ ലോൺ അപ്രൂവൽ ആക്കി വണ്ടി എടുക്കാൻ പറ്റും. 1,50,000 രൂപ നെറ്റ് പ്രൈസ്. ഒറിജിനൽ കേരള വണ്ടി KL നമ്പറിൽ KL 71 നമ്പർ ആക്കിയിട്ട് 6,90,000 രൂപക്ക് ഈ ഫ്രണ്ട്സ് നമ്മളിന്ന് RBയിലെ രണ്ടാമത്തെ ഒരു പാർട്ടിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ കണ്ടില്ല നിങ്ങള് നമ്മള് ഇന്നോവകളാണെങ്കിൽ ഇന്ന് ഫുള്ള് ഫോർച്യൂണറുകളാണ് ഇവിടെ നിറച്ചു വെച്ചിട്ടുള്ളത്. ഫോർച്യൂണർ ക്രിസ്റ്റ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞുള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് നമ്മൾ ലൊക്കേഷൻ വന്നുള്ളത്. ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ ഈ 3 വണ്ടികൾ അന്വേഷിക്കുന്നവർക്ക് വേറെ എവിടെയും കിട്ടാത്ത പ്രൈസിന് നിങ്ങൾ കരുതിയ രീതിയിൽ വർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ നമ്മളെടുത്ത് ഫോർച്യൂണർ 6,90,000 മുതൽ സ്റ്റാർട്ടിങ് കിട്ടോ. റേറ്റ് NOCയിലല്ല, നമ്പർ ആക്കിയിട്ടാണ് 6,90,000 കേട്ടോ. അത് നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റും. 9,90,000 രൂപ മുതൽ ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. 9,90,000 രൂപ മുതൽ ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. ഇനി വെയിറ്റ് ചെയ്യേണ്ട ഇന്നോവകളാണെങ്കിൽ 2.5 ലക്ഷം മുതൽ ഇന്നോവകളും സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ 1 അല്ല 2 അല്ല, നിങ്ങൾക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും കളക്ഷനുകളായിട്ടാണ് ഇന്ന് RB മോട്ടോഴ്സ് വന്നിട്ടുള്ളത്. ഓഫറിൽ നിങ്ങൾ വാഹനങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നേരെ RB മോട്ടോഴ്സ് പോരി. അതും നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ കേട്ടോ. ഈ അരിയ ഇതൊക്കെ NOC നമ്മൾ പേരിൽ ഇഷ്യൂ ആക്കിയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ആക്കിയിട്ട് മാത്രമേ ഫോർച്യൂണറൊക്കെ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. ക്രിസ്റ്റകളാണെങ്കിൽ ഈ NOC തന്നെ ചെയ്യാൻ പറ്റും. പഞ്ചാബ് രജിസ്ട്രേഷൻ NOCയിൽ ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് NOC തന്നെ ലോൺ അപ്രൂവൽ ആക്കി വണ്ടി എടുക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തുടങ്ങാല്ലേ? അതെ, ഒരു തലക്കുന്നാണ് തുടങ്ങാം. അതെ, ഒരു തലക്കുന്ന ബ്ലാക്ക് സസ്പെൻസ് ആയിക്കോട്ടെ. ബ്ലാക്ക് 2 വണ്ടികൾ ഉള്ളൂ. നല്ല ഓഫർ പ്രൈസ് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് നമുക്ക് വൈറ്റ് ഫിനിഷിംഗിൽ HR GR സ്പോർട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള, അതും ഫുൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫുൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗമാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. 4 വീല് വർക്കിംഗ് ഉള്ള വാഹനം. അതായത് ഈ 4 വീല് വണ്ടി എടുക്കുന്ന ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കാതെ പോയിട്ട് 4 വീൽ ഈ വൈപ്പർ കൊടുക്കാണ്ട് കേട്ടോ. പെയിന്റിങ് ജസ്റ്റ് കയറ്റിട്ടുള്ളൂ. ഇനി കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. 2010 മോഡല്, 11 രജിസ്റ്റർ, 31 വരെ പേപ്പർ, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ്, എല്ലാം പുതിയത്. ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉള്ളത്, അത് നമ്മൾ മാറി കൊടുക്കുക. അതിന്റെ എമൗണ്ട് വേണമെങ്കിൽ കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുക. രണ്ടിനും നമ്മൾ തയ്യാറാണ്. ഏത് രീതിയിലും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു രീതിയിൽ വണ്ടി. 6,90,000 രൂപക്ക് KL നമ്പറിൽ KL 71 നമ്പർ ആക്കിയിട്ട് 6,90,000 രൂപക്ക് ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. ഇത് നമുക്ക് ഒന്ന് ടച്ച് ആൻഡ് പോളിഷും ചെയ്തു തരും. ക്ലാസ് മാറണമെങ്കിൽ ക്ലാസ് മാറ്റി തരും, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് കുറച്ച് തരാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ 4 വീലൊക്കെ വർക്കിംഗ് ആണ്. AC പവർ സ്റ്റാരിങ്, 4 ഡോർ വിൻഡോ. ഒരു ഓഫ് റോഡിൽ പറ്റിയ വാഹനങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി. നല്ല സ്വിഫ്റ്റിന്റെ പ്രൈസ് നിങ്ങൾക്ക് തരാൻ പറ്റും. അടുത്ത വീണ്ടും ന്യൂ മോഡൽ ഒന്നുകൂടി ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നൊരു മോഡലാണ്. ഹരിയാനുണ്ട്. ഇതൊക്കെ ഏതാ നമ്പർ? SK സിക്കിമാണ്. അപ്പൊ ഏത് തരം വാഹനങ്ങളും നമ്മളെടുത്തുണ്ട്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ വാഹനവും ഇപ്പൊ ഉണ്ട്. സിക്കിം ഉണ്ട്, ഹരിയാനുണ്ട്, ഗുജറാത്ത് ഉണ്ട്. അതങ്ങനെ പോയി മധ്യപ്രദേശ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ട്രിപ്പ് അടിക്കുന്ന പരിപാടിയാണ്. അതെ, പഞ്ചാബ് എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. അവിടുത്തെ ഒരു MLന്റെ വാഹനമാണ്. 2012 മോഡല് ഓട്ടോമാറ്റിക്, അതും 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. അത് ഈ ഒരു വാഹനത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത വെച്ചാൽ മെറ്റൽ ബോഡിയിലൊന്നും റീപെയിന്റ് അല്ലാതെ കയറിയിട്ടില്ല. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഈ അടിപൊളി ക്വാളിറ്റിയുള്ള സീറ്റ് കവർ, അതുപോലെ തന്നെ സ്റ്റീരിയോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ടയർ കണ്ടീഷൻ ഒരു 80% ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. 12 മോഡൽ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് 9.25 ലക്ഷം രൂപ കൊടുക്കും. 9.25 ലക്ഷം രൂപ നമുക്ക് NOC ഒക്കെ നിങ്ങളെ പേർക്ക് NOC എടുത്തരാൻ പറ്റുന്ന വാഹനമാണ്. സിക്കിമാണ്. നിങ്ങളെ പേരിലോട്ട് NOCക്കുള്ള എമൗണ്ട് നമുക്ക് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിലാണ് 2 വീൽ ഓട്ടോമാറ്റിക്. ഇനി 2 വീൽ ഓട്ടോമാറ്റിക് തന്നെ 15 മോഡല് 13.25 ലക്ഷം രൂപ. 48,000 രൂപന്റെ ഹെഡ്ലൈറ്റ്, ഗ്രില്ല് കാര്യങ്ങളൊക്കെ. ഇതിന് ഓരോ നാട്ടിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ റേറ്റിൽ ഉണ്ടാവും. എന്നാലും ഒരു 40ന്റെ മുകളിൽ എന്തായാലും വരുന്ന വണ്ടിയാണ്. സ്കേർട്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കട്ടെ. സ്കേർട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് റേറ്റ് വന്നത് 13,75,000 റേറ്റ് നിങ്ങൾ നോക്കണ്ട, ഡയറക്റ്റ് നിങ്ങൾ പോന്നോളി. അതും ഗുജറാത്ത് വന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ കച്ചവടം നടക്കണം, നമ്മൾ പൊട്ടിച്ചെടുക്കും. അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമുക്ക് നിങ്ങളെ പേരിലോട്ട് NOC എടുത്ത് തരാൻ പറ്റും. ഗുജറാത്ത് വണ്ടിയാണ്. നിങ്ങളെ പേരിലോട്ട് NOC എടുത്ത് തരാൻ പറ്റും. NOC നിങ്ങളെ പേരിലോട്ട് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ സമയം കുറച്ച് വൈകും. NOC ഇഷ്യൂ ആക്കിയ വണ്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകാം. ബാക്കി എമൗണ്ട് ഒക്കെ നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ട് ഹോൾഡ് ചെയ്താക്കാനും പറ്റും കേട്ടോ.
പേപ്പർ സംബന്ധമായിട്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരില്ല, അതിനുള്ള ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. അപ്പോൾ 15 മോഡൽ 2 lakh കിലോമീറ്റർ ഈ ഒരു ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് 4 പുതിയ ടയർ, അതും ഒരുപാട് ഫിറ്റിങ്സ്, GR സ്പോർട്ടിന്റെ ഗ്രില്ല്, GRന്റെ ഹെഡ്ലൈറ്റ്, അതും അടിപൊളി വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വാഹനമാണ് നിങ്ങൾക്ക് വെറും 13,75,000 രൂപക്ക് ഡയറക്റ്റ് പോകുന്നോളി. ഇനിയും കുറച്ചു തരാൻ പറ്റും. അതേപോലെ തന്നെ അത്യാവശ്യം അതേ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടി. അതായത് ഇത് വർക്കൊക്കെ കഴിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. 2000 ഇത് എത്ര മോഡൽ? ഈ വണ്ടിയുടെ മോഡൽ കണ്ടിട്ട് എന്താ തോന്നുന്നത്? 2010 മോഡലാണ്. 10 മോഡലാണ്. 3 ലക്ഷം റുപ്യന്റെ മുകളിൽ അടുത്ത് ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഫുൾ പെയിന്റിങ് അടക്കം, അതുപോലെ സ്കേർട്ട്, ഒരുപാട് ടൈപ്പ് 2 കൺവേർഷന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. GR സ്പോർട്ടിന്റെ ഹെഡ്ലൈറ്റ്, ഗ്രില്ല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരും, നമ്പർ ആക്കിയിട്ട് തരും. അത് ഏത് RTO ഓഫീസിലും നമ്പർ ആക്കാൻ പറ്റില്ല. നമ്പർ NOC നിലമ്പൂർക്ക് NOC എടുത്തിട്ടുണ്ട്. HR70 ആണ്. ഒരു വാഹനം പുതിയ പേപ്പർ, 5 കൊല്ലത്തെ പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിലവിലുള്ള വാഹനമാണ്. ഈ ഒരു റേറ്റിൽ നമുക്ക് 9.25 ലക്ഷം രൂപ കൊടുക്കാം. 9.25. അതും ഇത്രയും ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ള വാഹനം. അപ്പോൾ ഫിറ്റിങ്സ് ചെയ്യാൻ വേണ്ട ആളുകളുണ്ടെങ്കിൽ ആ കണ്ടീഷനിൽ ഒരു വാഹനം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളെ രീതിയിൽ പെയിന്റ് അടിക്കാനും പോളിഷ് ചെയ്യാനൊക്കെ പറ്റും. ബ്ലാക്ക് വണ്ടികൾ മാറ്റി വരുത്തുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ഇന്നോവകൾ വരുന്നുണ്ട്. ഇന്നോവകളൊക്കെ പുതിയ ഇന്നോവകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതും സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത UP രജിസ്ട്രേഷൻ. നമ്പർ നോക്കി നിങ്ങൾ 9898 ഫാൻസി നമ്പർ. അതെ. അപ്പൊ ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞത് നമ്പർ ആക്കിയിട്ട് അതും 5 കൊല്ലത്തെ പുതിയ ടാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അതിൽ. അതും റേറ്റ് വന്നുള്ളത് 9.25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. അടുത്ത് വീണ്ടും നമുക്ക് സെയിം ഒരു തന്നെയാണ് 12 മോഡൽ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ. 12 മോഡൽ മാനുവൽ 4x2 ആണ് ഓട്ടോ മാനുവൽ. ആ വണ്ടി 4x4 ആണ്. ഇത് 4x2 ആണ്, ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ്. അതും നല്ല ബോഡി ക്വാളിറ്റി, ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. അതും ലെക്സസിന്റെ ഗ്രില്ല്, ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു സ്കേർട്ട്, ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, ടയർ കണ്ടീഷൻ ഒരു 50% അടുത്ത് ടയർ ഉണ്ട്. TRD കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. വാഹനത്തിന്റെ റേറ്റ് നമുക്ക് 9.25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 9.25 ലക്ഷം രൂപ NOC നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്പർ ആക്കി കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 9.25 കൊടുക്കാൻ പറ്റും. 12 മോഡൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള 12 മോഡൽ ഒറിജിനൽ ടൈപ്പ് 2 ആട്ടത്. ഒറിജിനൽ ടൈപ്പ് 2 ആണ്. പിന്നെ സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, ലെക്സസിന്റെ ടൈൽ ലൈറ്റ്, അതുപോലെ തന്നെ ഒരു GR സ്പോർട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം. ഇങ്ങോട്ട് നോക്കി, ഇത്ര തന്നെ ഫോർച്യൂണർ ഇനിയും കയറാണ്ട് പുറത്ത് വർക്ക് ചെയ്യാത്ത വാഹനങ്ങളായിട്ട് വേറെയുണ്ട്. അപ്പോൾ 690 തന്നെ NOCയിൽ തരാൻ പറ്റുന്ന, വർക്ക് എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ 690 ഫോർച്യൂണർ മാക്സിമം റേറ്റ് അത്രയും മുട്ടിച്ചിട്ടാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ ഇനി കുറക്കാൻ ചോദിക്കരുത്. ഇത് നമുക്ക് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഇതും പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് തരുന്ന റേറ്റ് 9 ലക്ഷം രൂപക്ക് ഈ ഒരു വാഹനം തരാം. പുതിയ പേപ്പർ എടുത്തിട്ട് 9 ലക്ഷം രൂപ. അത് 2011 ആണ് മോഡല്. പുതിയ പേപ്പർ, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, പുതിയ റിന്യൂവൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 5. അതെ. ഈ ഒരു വാഹനം HR26 BL ഈ നമ്പർ ആക്കിയിട്ട് നമുക്ക് തരുന്ന റേറ്റ് ആണ് 9 ലക്ഷം രൂപക്ക് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. GR സ്പോർട്ടിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് ഇതിൽ ചെയ്തിട്ടുള്ള വാഹനം കേട്ടോ. ഇനി ഈ സ്വദേശി വിദേശികളുടെ ഇടയിൽ ഒരു സ്വദേശിയായിട്ട് നമ്മളെ കേരള കോഴിക്കോട് രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വാഹനവും നമ്മളെ കയ്യിലുണ്ട്. ഒറിജിനൽ കേരള വാഹനമാണെന്ന് വിചാരിച്ച് റേറ്റിൽ ഒന്നും വ്യത്യാസമല്ല. 8,50,000 രൂപ നെറ്റ് പ്രൈസ്. 8,50,000 രൂപ നെറ്റ് പ്രൈസ് ഒറിജിനൽ കേരള വണ്ടി. അതും 2-2.5 ലക്ഷം രൂപന്റെ മോഡൽ ഫിറ്റിംഗ്സ്, ടൈപ്പ് 2 കൺവേർഷന്, അലോയിൽ അടക്കം ടൈപ്പ് 2 ആക്കിയിട്ടുണ്ട്. ടയർ 4 പുതിയത് പറഞ്ഞാൽ 90% ടയർ ഗ്രിപ്പുള്ള ടയറാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ഡയമണ്ടിന്റെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 4 വീൽ ആണ് ഈ ഒരു വാഹനം. ഇത് പാർക്ക് ആൻഡ് സെയിൽ വരുന്ന വണ്ടിയാണ്. അതിൽ 4 വീൽ കസ്റ്റമർ അതിന്റെ ഇത് ഊരിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അതിൽ കാണണം. ഈ വാഹനത്തിന്റെ റേറ്റ് ആണ് ഹൈലൈറ്റ്. വെറും 8,50,000 രൂപ കേരള ഫോർച്യൂണർ. അതും TRD കിറ്റ്, അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ്, BM ടൈപ്പ് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടിയാണ്. അതും പുതിയ പേപ്പറുണ്ട്.
30 വരെ പുതിയ പേപ്പറുള്ള വാഹനമാണ് നിങ്ങൾക്ക് 8.5 ലക്ഷം രൂപ ഒറിജിനൽ കേരള വാഹനം. അപ്പൊ നിങ്ങൾ ടെൻഷനേ വേണ്ട. ഇനി ബ്ലാക്ക് വണ്ടി 2 വണ്ടിയാണുള്ളത്. ഇതിൽ ഒന്ന് നമ്മൾ സോൾഡ് ഔട്ട് ആക്കി, സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഈ വാഹനം. 12 രജിസ്റ്റർ വാഹനമാണ് അത്. ഇത് 11 മോഡല്. ഈ ഒരു വാഹനം 11 മോഡല് നമ്പർ ആയിട്ടുണ്ട്. നമ്പർ NOC കാര്യങ്ങളൊക്കെ റെഡി, നമ്മൾ നമ്പർ ആയിട്ടുണ്ട്, വണ്ടി കാണിച്ചിട്ടുണ്ട്. നമ്പർ മാത്രം ബുക്ക് ചെയ്ത് കാരണം അവര് അപ്പൊ അത് ആ നമ്പർ കിട്ടിയില്ലെങ്കിൽ അവരെ നമ്പർ ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്പർ ആക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2011 മോഡല്. അതും ഒരുപാട് ഫിറ്റിങ്സ് കിട്ടും. ഇന്റീരിയർ ആണെങ്കിലും പുതിയ സീറ്റ് കവർ, ബ്ലാക്ക് ടൈപ്പ് ഇന്റീരിയർ ഒക്കെ ബ്ലാക്ക് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. സ്റ്റീരിയോ ഒക്കെ നല്ല അടിപൊളി വർക്ക്. ബ്ലാക്ക് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഫോർച്യൂണർ, ബാക്ക് DRL, ഫ്രണ്ട് DRL, GR സ്പോർട്ടിന്റെ ഗ്രില്ല്, സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി 9.5 ലക്ഷം രൂപക്ക് നമ്പർ ആക്കിയിട്ട് പുതിയ പേപ്പർ എടുത്തിട്ട് 9.5 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് 1 അല്ല 2 അല്ല 3 അല്ല 15ഓളം ഫോർച്യൂണർ നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട് RB മോട്ടോഴ്സിലാട്ടോ. ഓഫറിൽ ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണർ അന്വേഷിക്കുന്നവർ പോന്നോളി. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി വരുന്ന വണ്ടികളൊക്കെ കണ്ടില്ലേ, ആ വണ്ടികളൊക്കെ നിങ്ങൾക്ക് തരാനുള്ളതാണ്. അതൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഇനി ആ കണ്ടീഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റും. അപ്പോൾ റേറ്റ് കുറവുണ്ടാവും. റേറ്റ് കുറവിൽ ഫോർച്യൂണർ അന്വേഷിക്കുന്നവർക്ക് ഡിലേ ഉണ്ടാവില്ല. NOC ഒക്കെ നമ്മൾ മാക്സിമം ഇന്നോവയും ഫോർച്യൂണറും NOC നമ്മൾ എടുത്തു വെക്കും. മോഡൽ കൂടിയ 2 ഒഴികെ ബാക്കിയുള്ള എല്ലാം നമ്മൾ NOC എടുത്തു വെക്കുന്ന വാഹനങ്ങളാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെരുമാറാൻ ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇന്നോവ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് അത് ക്രിസ്റ്റ മാത്രം നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാം. ക്രിസ്റ്റകൾ 1 അല്ല 2, 3, 4 ഒരു 20ഓളം ക്രിസ്റ്റകൾ നിങ്ങൾക്ക് വണ്ടികൾ ഉണ്ട്. ഫോർച്യൂണർ, ഇന്നോവ, ക്രിസ്റ്റ, ഒരു ഇന്നോവ 2 കാണിച്ചു കൊടുക്കാം. നമ്മളൊരു പാർട്ട് കഴിഞ്ഞതാണ്. ഫോർച്യൂണറിൽ ഇതാണ് കഴിഞ്ഞോട്ടെ എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ചെറുവണ്ടികൾ ഒരു പാർട്ട് വെക്കാം. 2015 ഇന്നോവ 15V ആണ്. ഫ്രണ്ട് സ്കേർട്ടും ബാക്ക് സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് കട്ട് വീലുണ്ട്, 4 പുത്തൻ ടയർ ഉണ്ട്. അതും ബക്കറ്റ് സീറ്റ് ഒക്കെ വന്നിട്ടുള്ള വാഹനം കേട്ടോ. ബക്കറ്റ് സീറ്റ് വന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് പോളിഷിങ് ചെയ്യാണ്ട്, ഇന്റീരിയർ വാഷും പോളിഷും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ട്, അതും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടി അന്വേഷിക്കുന്നവർക്ക് 8 സീറ്റ് 15 മോഡൽ V ഓപ്ഷൻ ഇന്നോവ, അതും ബാക്കത്തെ ടൈലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളി. 8,40,000 രൂപക്ക് തരാം. 15V ഓപ്ഷൻ ഇന്നോവ 8,40,000. 4 പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. KL10 നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. നമുക്ക് 8,40,000 രൂപക്ക് തരാൻ പറ്റും. അടുത്ത വീണ്ടും നമുക്കൊരു 13 മോഡൽ ഇന്നോവ V ആട്ടത്. സിംഗിൾ ഓണർ ആണ്, നമ്പർ ആയിട്ടുണ്ട്. ഇപ്പോൾ മിനിഞ്ഞാന്ന് നമ്പർ ആയിട്ടുള്ളൂ. ഇതേപോലെയൊക്കെ നമ്പർ ആക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെ രീതിയിൽ 1410 എന്നുള്ള ഫാൻസ് നമ്പർ ബുക്ക് ചെയ്തെടുത്താണ് കസ്റ്റമർ. ഇതൊക്കെ എല്ലാം നമുക്ക് വാഹനങ്ങൾ ഇതുപോലെ നമ്പർ ആക്കിയിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇതിപ്പോ ഒരു ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വണ്ടിയാണ്. അപ്പൊ ഇതേപോലെ ഫിനിഷിംഗ് ആക്കിയിട്ട് ഉള്ളും പുറവും ഒക്കെ നിങ്ങൾക്ക് ഫിനിഷിംഗ് ആക്കിയിട്ട് നമുക്ക് ഏത് വണ്ടിയാണെങ്കിലും ഡെലിവറി തരാൻ പറ്റും. അപ്പോൾ 2010, 11, 12 മോഡൽ ഇന്നോവകൾ ഇനിയും പുതിയ സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടില്ല, അത്രയും വണ്ടികൾ വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ RB മോട്ടോഴ്സിലോട്ട് നേരെ പോരി. 1, 2 വണ്ടികളല്ല, 10-20 വണ്ടികൾ, ഇന്നോവകളും ക്രിസ്റ്റകളും ഫോർച്യൂണറുകളൊക്കെ ആയിട്ട് ഒരു 10-60ഓളം വണ്ടികൾ ടയോട്ടന്റെ മാത്രം കളക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മള് ടയോട്ട ആഘോഷമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ സ്ഥലമൊക്കെ വാങ്ങി മൊത്തം ഡംപ് ചെയ്തിട്ട് അത് ഒന്നായിട്ട് ഇവിടെ ഇറക്കാനുള്ള പരിപാടിയാണ്. മൊത്തം ഇന്നോവയും ക്രിസ്റ്റയും ടയോട്ടന്റെ കളക്ഷൻ മൊത്തം ഇങ്ങോട്ട് പൊളിച്ചടിക്കും. അതും നിങ്ങൾക്ക് വേറെ ആരും തരാത്ത പ്രൈസിന് ഓഫർ റേറ്റ് നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ടയോട്ട കളക്ഷൻ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നേരെ ഇങ്ങോട്ട് പോകുന്നോളി. വന്നു കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റിന് വേണ്ടി പല കളേഴ്സിലുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നേരെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സമീർക്ക സൈനിങ്.